ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെ പറ്റിയായിരുന്നു അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത്. തുടർന്നുള്ള ആയത്തുകളിൽ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ പറ്റിയാണ് അള്ളാഹു തആല അറിയിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അഞ്ചാമത്തെ തലമുറയായ സാം എന്ന ആളുടെ മകനാണ് ആദ് എന്നുള്ളത്. ആ മകൻ്റെ പരമ്പരയാണ് ആദ് ഗോത്രമായി അറിയപ്പെടുന്നത്. ഈ ആദ് ഗോത്രത്തിൽ പെട്ടൊരാളായിരുന്നു ഹൂദ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ആദ്യമായി നാം ഓതാൻ പോകുന്ന ആയത്തിൽ അവരുടെ സഹോദരൻ ഹൂദ് എന്ന് പറയപ്പെടാനുള്ള കാരണം. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായമായ ആദ് ഗോത്രമാണ് ആദ്യമായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ പ്രളയത്തിന് ശേഷം വിഗ്രഹാരാധന വീണ്ടും തുടങ്ങിയത് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തുണ്ടായ വലിയ പ്രളയത്തിലൂടെ എല്ലാ നിഷേധികളെയും അള്ളാഹു നശിപ്പിച്ചു. പിന്നീട് അവശേഷിച്ചത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും വിശ്വാസികളും മാത്രമാണ്. അവരുടെ തലമുറകളെല്ലാം വിശ്വാസികൾ തന്നെയായിരുന്നു. പിന്നീട് ആദ് ഗോത്രം എത്തിയപ്പോഴാണ് ആ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അവർ വിഗ്രഹാരാധന വീണ്ടും തുടങ്ങിയത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചിലരുടെ അഭിപ്രായം അനുസരിച്ച് ആദ് ഗോത്രമല്ല, സമൂദ് ഗോത്രമാണ് ആദ്യമായി വിഗ്രഹാരാധന തുടങ്ങിയത് എന്നും പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും പല പണ്ഡിതന്മാരും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തുണ്ടായ വലിയ പ്രളയത്തിന് ശേഷം ആദ്യമായി വിഗ്രഹ ആരാധന തുടങ്ങിയത് ആദ് ഗോത്രക്കാരാണെന്ന അഭിപ്രായക്കാരാണ്. ആദ് ഗോത്രമെന്ന് പറയുന്നത് വലിയ ശക്തിയുള്ള ഒരു ഗോത്രമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശാരീരികമായി വലിയ ശക്തി നൽകി. പരിശുദ്ധ ഖുർആനിൽ തന്നെ അവരെ പറ്റി അള്ളാഹു പറഞ്ഞു, പർവ്വതങ്ങൾ തുറന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ആദ് ഗോത്രം, സമൂദ് ഗോത്രം എന്നുള്ളവർ. അവർക്ക് അള്ളാഹു വലിയ ശക്തി നൽകിയിരുന്നു, വലിയ രീതിയിലുള്ള ഉയർച്ച അവർക്ക് അള്ളാഹു നൽകിയിരുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ആദ് ഗോത്രം നിഷേധികളാവുകയും അള്ളാഹുവിൽ നിന്നുമുള്ള വലിയ ശിക്ഷ അവരിലോട്ട് ഇറങ്ങുകയും ചെയ്തു. وَإِلَى عَادٍ أَخَاهُمْ هُودًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ. ആദിലേക്ക് അവരുടെ സഹോദരൻ ഹൂദ് നബിയെ നാം അയച്ചു. ഹൂദ് നബി പറഞ്ഞു, എൻ്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങൾ കുറേ കളവ് കെട്ടിയുണ്ടാക്കിയവർ മാത്രമാണ്. യാ ഖൗമി ലാ അസ്അലുകും അലൈഹി അജ്റാ ഇൻ അജ്രിയ ഇല്ലാ അലല്ലദീ ഫത്തറനീ അഫലാ തഅഖിലൂൻ. എൻ്റെ സമുദായമേ, ഞാൻ ഈ പ്രബോധനത്തിൻ്റെ പേരിൽ പ്രതിഫലമൊന്നും ആവശ്യപ്പെടുന്നില്ല. എൻ്റെ പ്രതിഫലം എന്നെ പടച്ചവൻ്റെ മേലാണ്. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? وَيَا قَوْمِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيَزِدْكُمْ قُوَّةً إِلَى قُوَّتِكُمْ وَلَا تَتَوَلَّوْا مُجْرِمِينَ. എൻ്റെ സമുദായമേ, രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ മേൽ സമൃദ്ധമായ മഴ വർഷിപ്പിക്കുന്നതും നിങ്ങളുടെ ശക്തിയുടെ മേൽ കൂടുതൽ ശക്തി നൽകുന്നതുമാണ്. നിങ്ങൾ പാപികളായി പിന്തിരിഞ്ഞ് നിൽക്കരുത്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സമുദായമായ ആദ് ഗോത്രത്തിലോട്ട് അയക്കപ്പെടുകയുണ്ടായി. ആദ് ഗോത്രം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിഗ്രഹത്തെ ആരാധിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തെ ക്ഷണിച്ചതുപോലെ തൗഹീദിലോട്ട്, ഏകദൈവ വിശ്വാസത്തിലോട്ട് ക്ഷണിക്കുകയുണ്ടായി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്ന ബാക്കി വസ്തുക്കൾ വ്യാജമാണ്, അതിനെ ഉപേക്ഷിക്കാനും അവരോട് കൽപ്പിച്ചു. അതിനോട് ചേർത്തുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല,
അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ സത്യപ്രവാചകനാണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുത്തു. അഥവാ ഏകദൈവ വിശ്വാസത്തെ പറ്റിയും അറിയിച്ചു കൊടുത്തു, പ്രവാചകനെ അംഗീകരിക്കണമെന്ന കാര്യവും അറിയിച്ചു കൊടുത്തു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ഏത് പ്രവാചകനാണോ അവരിലോട്ട് നിയോഗിക്കപ്പെട്ടത് ആ പ്രവാചകനെ അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത്. ആ കാര്യത്തിലോട്ട്, ആ വിജയത്തിൻ്റെ പാതയിലോട്ട് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ജനതയായ ആദ് ഗോത്രത്തെ ക്ഷണിക്കുകയുണ്ടായി. ആദ് ഗോത്രം അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നും പല പരീക്ഷണങ്ങളും അവർക്കുണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരു പരീക്ഷണമാണ് അവർക്ക് ക്ഷാമം നൽകിക്കൊണ്ട് അള്ളാഹു തആല പരീക്ഷിച്ചു. മഴയെ അള്ളാഹു പിടിച്ചു വെച്ചു. ഇതിൽ നിന്നും അവർക്ക് രക്ഷ എന്ന രീതിയിലും അവർക്ക് ഈ ലഭിച്ച പരീക്ഷണം അള്ളാഹുവിനോട് അടുപ്പമില്ലാത്തതിൻ്റെ പേരിലാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല മഴ നൽകുന്നതും സുഭിക്ഷമായ ഐശ്വര്യമുള്ള ജീവിതം നൽകുന്നതുമാണെന്ന് പറയുകയുണ്ടായി. അതാണ് മൂന്നാമത്തെ ആയത്തിലൂടെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു അറിയിച്ചിരുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സമുദായത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ പശ്ചാത്തപിക്കുക, ചെയ്ത പാപങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ ഏറ്റുപറയുക, നന്നാവാനായി തീരുമാനിക്കുക. തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ക്ഷാമവും മാറ്റി സുഭിക്ഷമായ മഴ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ്. ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വലിയ ശക്തി നൽകിയിട്ടുണ്ട്. ആ ശക്തിയെ അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ്. ഇനി എങ്ങാനും നിങ്ങൾ പാപമോചനം തേടാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, ഈ തിന്മയിൽ തന്നെ കഴിയാനായി ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അന്ത്യം വളരെ മോശമായിരിക്കുമെന്നും ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സമുദായത്തെ അറിയിക്കുകയുണ്ടായി. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ടവരും അഥവാ ആദ് ഗോത്രവും ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനെ മനസ്സിലാക്കാനോ ആ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവത്തെപ്പറ്റി ചിന്തിക്കാനോ തയ്യാറായില്ല. അവർ പാപത്തിൽ തന്നെ അകപ്പെടുകയും നന്മ മനസ്സിലാക്കാനുള്ള കഴിവ് അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുമുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റേതെങ്കിലും ദൃഷ്ടാന്തം കൊണ്ടുവരിക, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് അവർ പറയുന്നവരായി തീർന്നു. അതാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. ഖാലൂ യാ ഹൂദു മാ ജിഅ്തനാ ബിബയ്യിനതിൻ വമാ നഹ്നു ബിതാരികീ ആലിഹതിനാ അൻ ഖൗലിക വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങളുടെ അരികിൽ വ്യക്തമായ തെളിവുകൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നതുമല്ല. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദായത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. സമുദായത്തിന് ഹൂദ് നബി അലൈഹിസ്സലാം സത്യമാണെന്ന് അറിയുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അഹങ്കാരം കാരണത്താലും പാപത്തോടുള്ള താല്പര്യം കാരണത്താലും ഹൃദയം മരവിച്ചു പോയത് കാരണത്താലും അവർ ഹൂദ് നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഹൂദ് നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ കണ്ണടച്ചുകൊണ്ട് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. അവർ ഒരിക്കലും അവരുടെ വിഗ്രഹങ്ങളെ വെടിയുന്നതല്ല, ഹൂദ് നബി അലൈഹിസ്സലാമിനെ അനുസരിക്കുന്നതല്ല എന്ന് അഹങ്കാരത്തോടെ അവർ പറയുകയുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായം പോലെ തന്നെ ആദ് ഗോത്രവും ഹൂദ് നബി അലൈഹിസ്സലാമിനെ ഈ രീതിയിൽ നിഷേധിക്കുകയും ഈ രീതിയിൽ പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള ആയത്തുകളിലും ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ പറ്റി തന്നെയാണ് അള്ളാഹു അറിയിച്ചിരുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.